പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. കൊടൈക്കനാലിൻ്റെ തണുത്ത പ്രഭാതങ്ങളിൽ വാസുവേട്ടൻ്റെ കൈയും പിടിച്ച് സൗഭാഗ്യവതിയെന്ന് കരുതി നടന്ന ദിനങ്ങൾ മൂവിയോളയിൽ എന്ന പോലെ തെളിയുകയാണ് രാജിയുടെ മനസ്സിൽ. നിന്നെ മുന്നേ തന്നെ ഞാൻ കണ്ടെത്തിയില്ലല്ലോ. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ നിന്നെ മറ്റൊരാൾ സ്നേഹിക്കാത്ത പോലെ സ്നേഹിക്കും. എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്കെങ്കിലും സമ്പത്തിൻ്റെ മുന്നിൽ സ്നേഹം മങ്ങിപ്പോകാറുണ്ട്. അത് ലോകത്തെല്ലാവർക്കും അറിയുന്നതുമാണ്. ഒരു തരത്തിൽ വാസുദേവൻ നായരും അത്തരമൊരു കാമുകനായിരുന്നു. പണമായിരുന്നു വലുത്. രാജിയുടെ മനസ്സ് കണ്ടില്ല. അവരൊന്നിച്ച് താമസിച്ച കൊടൈക്കനാലിൻ്റെ തണുത്ത ഊഷ്മളതയിലേക്ക് സിനിമ റിലീസാക്കാൻ വേണ്ടി വരുന്ന ബാക്കി തുകയ്ക്കായി ഒരു ചെട്ടിയാർക്കൊപ്പം കുറച്ചു ദിവസം താമസിക്കുവാൻ രാജിയോട് ആവശ്യപ്പെടാൻ അയാൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പറയും സ്ത്രീകളുടെ മനസ്സിനെ അറിഞ്ഞവരില്ല എന്ന്. പുരുഷന്റെ മനസ്സല്ലേ ഒരു കാമുകിക്കും പൂർണ്ണമായി മനസ്സിലാക്കാനാവാത്തത്. ഒന്ന് തൊടുമ്പോഴേക്കും ശ്വാസം ഏൽക്കുമ്പോഴേക്കും തരളതയായി പോകുന്ന അവൾ എത്ര പാവമാണ് സത്യത്തിൽ. വായിക്കാം അവകാശികളുടെ 2-ാം ഖണ്ഡത്തിൻ്റെ 3-ാം അധ്യായം. കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് ചിത്രീകരിക്കേണ്ടി വരുമ്പോൾ മർമ്മപ്രധാനമായ രംഗങ്ങൾ മിന്നിച്ചു മായ്ക്കുകയും അന്യോന്യം ലയിപ്പിക്കുകയുമാണല്ലോ സിനിമകളിൽ പതിവ്. തൻ്റെ മനസ്സിലും അതേപോലെ അനേകം ചിത്രങ്ങൾ തെളിയുന്നതും കെടുന്നതുമായി തോന്നി രാജിക്ക്. മനഃപൂർവ്വം ഓർമ്മിക്കുന്നതല്ല, സ്വയമേവ സംഭവിക്കുന്നു. ചിത്രങ്ങളുടെ ജാഥ. അച്ഛൻ്റെ മുൻപിൽ സങ്കോചത്തോടെ നിൽക്കുന്നത്, പാവാട പറപ്പിച്ച് അശോകനോടൊപ്പം ഉദ്യാനത്തിൽ ഓടിക്കളിക്കുന്നത്, ക്യാമറയുടെ മുമ്പിൽ പരിഭ്രമിച്ച് നിൽക്കുന്നത്, വാസുവേട്ടൻ്റെ കൈയും പിടിച്ച് കൊടൈക്കനാലിലെ തണുപ്പുള്ള വഴികളിലൂടെ നടക്കുന്നത്. ചില ചിത്രങ്ങൾ തെല്ലിട കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്നു. മനസ്സിനകത്തിരുന്ന് അദൃശ്യനായ ഏതോ എഡിറ്റർ കത്തിരിക്കാനുള്ള ഫിലിം മൂവിയോളയിലൂടെ നോക്കി കാണുന്നത് പോലെ ആവശ്യമുള്ള രംഗങ്ങൾ നിർത്തി ശ്രദ്ധിക്കുന്നു, അല്ലാത്തവ ഓടിച്ചു നോക്കുന്നു. പിന്തിരിഞ്ഞു നോക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ല, എങ്കിലും നോക്കിപ്പോകുന്നു. വരാനിരിക്കുന്നത് സ്വപ്നം കാണുകയാണ് പതിവ്. മുൻപെല്ലാം ഇപ്പോൾ പേക്കിനാവുകൾ പിന്നിൽ നിന്ന് വന്ന് കാലിൽ പിടികൂടുകയാണ്. അവയിൽ നിന്ന് മോചനമില്ല. കായലിലെ അലകൾ നിസ്സംഗമായി തുള്ളിക്കൊണ്ടേയിരിക്കുന്നു. ചുവന്ന സൂര്യൻ പുലാവ് നൂറിയുടെ പിറകിൽ മറഞ്ഞു. തുടുപ്പേറിയ വെളുത്ത കിരണങ്ങൾ ആകാശത്തിലേക്ക് നൂലുപാവുന്നു. പ്രൊജക്ഷൻ ബൂത്തിൽ നിന്ന് തിരശീലയിലേക്ക് അടിക്കുന്ന വെളിച്ചം പോലെ. തുരുത്തിൽ തലയുയർത്തി നിൽക്കുന്ന കുന്നിനു ചുറ്റും വെള്ളി ഉരുക്കി പൂശിയതുപോലെ പ്രകാശവലയമുണ്ട്. സിലൂയിറ്റ് ഷോട്ടിനു വേണ്ടി പിറകിൽ ലൈറ്റ് വെച്ചതുപോലെ. കുന്ന് കറുത്ത പാറക്കല്ല് പോലെ തോന്നിപ്പിക്കുന്നു. പ്രകാശത്തിൻ്റെ നടുക്ക് ഇരുട്ടിൻ്റെ ഒരു ഖണ്ഡം, തൻ്റെ മനസ്സുപോലെ. അതെ, ചുറ്റും വെളിച്ചമുണ്ട്. നടുക്ക് തൻ്റെ ജീവിതം ഇരുട്ടണഞ്ഞു നിൽക്കുന്നു. ഇരുട്ടണഞ്ഞ അർത്ഥശൂന്യമായ ജീവിതം വെറുതെ നീണ്ടുപോകുന്നു. നീണ്ടു പോകുന്നു. അതാണ് അത്ഭുതം. ഈ നീണ്ടുപോകൽ എന്തിന്, എവിടേക്ക്, ആർക്കു വേണ്ടി അറിഞ്ഞുകൂടാ. തനിക്ക് വേണ്ടിയല്ല, പൂർണ്ണ വിരാമമിടാൻ ഒരിക്കൽ ശ്രമിച്ചതാണ്, വിജയിച്ചില്ല. ഇനിയുമാവാം, വിജയിക്കുകയും ചെയ്യും. പക്ഷെ അതിന് തോന്നുന്നില്ല. വിചിത്രമായ ഒരു അനുഭവം. ജീവിതത്തിന് അർത്ഥമില്ലെന്ന് വ്യക്തം. എന്നാൽ അത് വലിച്ചെറിയാനൊട്ട് തോന്നുന്നതുമില്ല. വിടാനും വിടാതിരിക്കാനും വയ്യ. ക്രമേണ ജീവിതത്തോട് ഒട്ടിച്ചേരുകയാണോ എന്നൊരു സംശയം. സംശയമല്ല, പേടി. ഒട്ടിച്ചേരരുത്. വേദനയിൽ കുതിർന്നലിഞ്ഞ് ഇല്ലാതാവാനാണ് തൻ്റെ വിധി. അതിനെ മറികടക്കാൻ ഒരു ശ്രമവും ചെയ്യരുത്. ചെയ്ത അവിവേകത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച് തന്നെ തീരണം. അവിവേകം വാസുവേട്ട, അവിവേകമായിട്ട് എന്തെങ്കിലും? ഇതിലെന്താ ഇത്ര വലിയ അവിവേകം? എൻ്റെ രാജിക്ക് ഒന്നും വരാതെ ഞാൻ സൂക്ഷിച്ചോളാം. എനിക്ക് എന്തൊക്കെയോ പേടി തോന്നുന്നു. ഞാനൊരു പാവമാണ്. ഡോൺ വറി മൈ ലിറ്റിൽ ബേർഡ്. കൈ പിടിച്ച് ഞെക്കുന്നു. നിനക്ക് ഞാനുണ്ട്. എന്താ, ഞാൻ ചതിക്കുന്നു പേടിയുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. താൻ വാസുവേട്ടൻ്റെ വായ പൊത്തുന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. പിന്നെ
എൻ്റെ കുഞ്ഞോമനെ എന്തിനാ വെറുതെ പേടിക്കണത്? ചേർത്തണച്ചു കവിളത്ത് കിള്ളുന്നു തേനൂറുന്ന പൂമൊട്ടുകൾ പോലെയുള്ള വിരലുകൾ കൊണ്ട്. ഇത് അഭിനയമല്ല, യഥാർത്ഥമാണ്. വാസുവേട്ടൻ വാരിക്കിലൂടെ കൈയിട്ട് ശരീരത്തിനോട് ചേർത്തണയ്ക്കുന്നു. ആ സുരക്ഷിതത്വത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഇരുന്നു താക്കീത് ചെയ്തിരുന്ന ശങ്കയെ അവഗണിക്കുന്നു. ആകപ്പാടെ ഒരു ലഹരി. ശരീരത്തിലെ ഓരോ അണുവും മിന്നാമിനുങ്ങുപോലെ പ്രകാശിക്കുന്നു, സ്പന്ദിക്കുന്നു. ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് തോന്നലാണ്. രാജി, രാജി, നിനക്ക് ഞാനുണ്ട്, എനിക്ക് നീയും. ഇതൊക്കെ പ്രതീക്ഷിക്കാത്തതാണ്. പക്ഷേ പ്രതീക്ഷിച്ചതല്ലല്ലോ എപ്പോഴും സംഭവിക്കുക. നിന്നെ കണ്ടെത്തിയത് എൻ്റെ ഭാഗ്യമാണ്. അതുവരെയും എൻ്റെ ജീവിതം നരകമായിരുന്നു. ഇപ്പോൾ ഏത് വേദനയും സഹിക്കാൻ എനിക്കൊരു പ്രയാസവുമില്ല. എനിക്കും കുറച്ച് ദിവസമേ ക്ഷമിക്കേണ്ടൂ. കേസ് കഴിഞ്ഞ് എൻ്റെ കഴുത്തിലെ കരിങ്കല്ലൊന്ന് നീങ്ങിക്കിട്ടിയാൽ അതിനടുത്ത ആഴ്ച തന്നെ നമ്മുടെ കല്യാണം. കേസ് എന്തായി? 1-2 മാസത്തിനുള്ളിൽ തീരും. അതിനെപ്പറ്റി ഒന്നും പരിഭ്രമിക്കേണ്ട. എനിക്ക് ഒരേ ഒരു ദുഃഖമേ ഉള്ളൂ. എന്താ അത്? പ്രായം കൊണ്ട് ഞാൻ എൻ്റെ രാജിക്ക് യോജിച്ചതല്ലല്ലോ. പിന്നെ കല്യാണം കഴിച്ചു, കുട്ടികളുമുള്ള. വീണ്ടും അദ്ദേഹത്തിൻ്റെ വായ കുത്തുന്നു. അങ്ങനെയൊന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എൻ്റെ കണ്ണിൽ അതൊന്നും ഒരു കുറവല്ല. എന്നാലും സത്യമല്ലേ? പക്ഷെ ഒന്നുണ്ട്, ആരെയും സ്നേഹിക്കാത്തതുപോലെ ഞാൻ രാജിയെ സ്നേഹിക്കും. എന്തൊരാനന്ദമാണ് കേൾക്കുമ്പോൾ. ഇരട്ടിച്ച ആരാധനാഭാവത്തോടെ ആ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ചുണ്ടത്തുനിന്നുതിരുന്ന ഓരോ വാക്കും ചൂടാറും മുൻപേ വിഴുങ്ങാനെന്നവണ്ണം. പതിവിലുമേറെ സൗന്ദര്യം തോന്നിക്കുന്നു വാസുവേട്ടൻ്റെ മുഖത്തിന്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം, ശക്തി, പുരുഷത്വം. മൃഗീയമായ പുരുഷത്വമല്ല, അത് ഇഷ്ടമല്ല. അതേപോലെ തന്നെ വെറുപ്പാണ് നെയ്യുരകളെ പോലുള്ള പുരുഷന്മാരോടും. പെണ്ണുങ്ങളുടേതുപോലെ വട്ടമുഖവും ആവണക്കെണ്ണ കൊണ്ട് കഴുകിയതുപോലെ വളിച്ച ചിരിയുമുള്ള കഥാനായകന്മാരെ കാണുമ്പോഴേ കലിവരും. വാസുവേട്ടൻ അങ്ങനെയല്ല. ഇരുത്തം വന്ന പുരുഷന്റെ കരുത്ത് വിളിച്ചു പറയുന്ന മുഖമാണ്. നല്ല വീതിയുള്ള നെറ്റി. നെറ്റിയുടെ നടുവിൽ ഗോപിക്കുറി പോലെ ഞരമ്പുകൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇടതൂർന്ന കൂട്ടുപുരികം. വലിയ ഉരുക്കുമുന പോലെ തുളഞ്ഞിറങ്ങുന്ന കണ്ണുകൾ. ആദ്യത്തെ നോട്ടം തന്നെ അല്പം ഭയപ്പെടുത്തിയെങ്കിലും പിന്നീട് മേക്കപ്പ് ബ്രഷിനേക്കാൾ മയമുള്ളവയാണെന്ന് മനസ്സിലായി. ഒരുപക്ഷെ തടിച്ച പിടിയുള്ള കണ്ണടയാവാം ആദ്യം ഭയപ്പെടുത്തിയത്. അതെടുത്ത് നീക്കിയാൽ മുഖം പെട്ടെന്ന് ആർദ്രമാവും. വലിയ കപ്പടാ മീശയുണ്ടെങ്കിലും വാസ്തവത്തിൽ ആ മീശയാണ് മുഖത്തിനാകെ ഗൗരവവും കുലീനതയും നൽകുന്നത്. അതില്ലെങ്കിൽ സ്വല്പം തടിച്ച മൂക്കും ഇത്തിരി പൊന്തിയ പല്ലും അഭംഗിയായി തോന്നിയേനെ. ഇങ്ങനെയൊരു മുഖമല്ലേ എന്നും സ്വപ്നം കണ്ടിട്ടുള്ളത്? രാജി കണ്ണിൽ കൊളുത്തി നിൽക്കുന്നു. നാം മറ്റൊരാൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇതേവരെ നാം കണ്ടുമുട്ടാഞ്ഞത് എന്തേ എന്നാണ് എൻ്റെ അത്ഭുതം. കഷ്ടം, മഹാകഷ്ടം. താനതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങിയല്ലോ. ഏതോ സിനിമയിലെ ഡയലോഗ് ഉരുവിടുക മാത്രമാണ് അദ്ദേഹം ചെയ്തതെന്ന് താൻ അറിഞ്ഞില്ല. സ്വപ്നചില്ലികളുടെ വർണ്ണലോകത്തിലാണ് ജീവിച്ചിരുന്നത്. വിടുവിട്ടി കേൾക്കുന്നതൊക്കെ രാജി ചേച്ചി. ചെവിയിൽ തുളഞ്ഞു കയറുന്ന വിളി കേട്ടു. ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പ്രിയയാണ്. ഓടിയെടുക്കുന്നു. മുൻപിലെത്തിയപ്പോൾ കിതപ്പുകൊണ്ട് അവൾക്ക് പെട്ടെന്നൊന്നും പറയാനൊത്തില്ല. പ്രിയ വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ. വരൂ, ഇവിടെ ഇരിക്കൂ. പ്രിയ ഇരുന്നില്ല. എലിയിൽ കൈ കുത്തി നിന്ന് കിതപ്പകറ്റി ചിരിച്ചുകൊണ്ടേയിരുന്നു. നല്ല സുന്ദരിക്കുട്ടി. വലിയ ചുമപ്പ് പുള്ളികളുള്ള മഞ്ഞ കുപ്പായം നന്നായി യോജിക്കും. മുട്ടുവരേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടിക്ക് പൊക്കം തോന്നിക്കും. കഷ്ടിച്ച് ശ്വാസം പിടികിട്ടിയപ്പോൾ അവൾ പറഞ്ഞു, ഓടി കളിക്കായിരുന്നു ഓൾ ദി ടൈം. അതാ ഇങ്ങനെ കിതയ്ക്കേണ്ടത്. ഇരിക്കൂ പ്രിയേ, ഇരുന്നാൽ കിതപ്പ് മാറും. വെയിറ്റ് എ മിനിറ്റ്. പ്രിയ ചെറുവിരൽ കൊണ്ട് ആംഗ്യം കാണിച്ചു. ഇപ്പൊ ഇരിക്കാം. കുട്ടിക്ക് ചിരി നിൽക്കുന്നില്ല. കണ്ണുകളിൽ വിസ്മയം, ആഹ്ലാദം. മിസ്റ്റർ കൃഷ്ണനുണ്ണിയുടെ ഛായയാണോ? അതെ. അല്ല. കണ്ണുകൾ അച്ഛൻ്റെ ആവാം.
പക്ഷേ നീണ്ട മുഖവും വല്ലാതെ വീതിയുള്ള നെറ്റിയും. അല്ല, തല ഒരു വശത്തേക്ക് ഇത്തിരി ചെരിച്ച് പിടിച്ചുകൊണ്ടുള്ള നോട്ടം കാണാൻ രസമാണ്. നോ ഓക്കെ. കിതപ്പ് മാറിയെന്നുള്ള ഭാവത്തിൽ അവൾ കൈ താഴെയിട്ട് ഉടുപ്പിന്റെ മൂട് തടവിക്കൊണ്ട് ബെഞ്ചിലിരുന്നു. ഇത്തിരി വിട്ട്. ഇന്ന് സുഖമായിട്ട് കളിച്ചു. സുജാക്ക് ഉണ്ടായിരുന്നില്ല. സോ ഐ വാസ് ഫ്രീ ലൈക്ക് എ ബേർഡ്. ആരാ ഈ സുജാക്ക്? സുജാക്കോ? ഡാഡിയുടെ കെബൂൺ, അതായത് തോട്ടക്കാരൻ. ജീപ്പ് ഡ്രൈവറാണ്. ജംഗിളിൽ പോകുമ്പോൾ ഒപ്പം പോണ ആളാണ്. ഓൾ ഇൻ ഓൾ. പാർക്കിലേക്ക് വരുമ്പോൾ ഡാഡി കൂടെ അയക്കും. വന്നാൽ ഒന്നിനും സമ്മതിക്കില്ല. മതീന്ന് പറഞ്ഞു പിടിച്ചുകൊണ്ട് പോവും. ഇന്ന് എവിടേക്കോ പോയിരിക്കാണ്. എന്തിനാ സുജാക്ക് വരണത്? പാർക്ക് വീടിന്റെ തൊട്ടല്ലേ, ഒറ്റയ്ക്ക് വന്നുകൂടെ? ഒറ്റയ്ക്ക് വന്നാലും ഡാഡി സുജാക്കിനെ അയക്കും. അല്ലെങ്കിൽ ഡാഡി തന്നെ വരും. പ്രിയയ്ക്ക് പേടിയാവോ? പേടിയോ? എനിക്കോ? നോനോ. പ്രിയ ശക്തിയായി തലയാട്ടി. പേടി ഡാഡിക്കാണ്. എനിക്കെന്തെങ്കിലും പറ്റിയാലോ എന്ന് എപ്പോഴും പേടിയാണ് ഡാഡിക്ക്. യു നോ വൈ? ബിക്കോസ് ഹി ലവ്സ് മീ സോ മച്ച്. ഡാഡിക്ക് ഞാനല്ലാതെ വേറെ നോബഡി ബട്ട്. ഓഹോ, രാജി അത്ഭുതം ഭാവിച്ചു. അത്രയ്ക്ക് ഇഷ്ടാണോ? പ്രിയ അഭിമാനത്തോടെ നീട്ടിമൂളി. വലിയ ഇഷ്ടാണ്. പ്രിയയ്ക്ക് അച്ഛനെ അതുപോലെ ഇഷ്ടമാണോ? ഷുവർ വാട്ട്? ഹീസ് ദ ബെസ്റ്റ് ഫാദർ ഇൻ ദ ഹോൾ വേൾഡ്. ആഹാ. രാജി കുട്ടിയുടെ തോളത്ത് കൈവച്ച് അടുത്തേക്ക് നീക്കിയിരുത്തി. അത്ര നല്ല അച്ഛനാണോ? അത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ എത്ര നല്ല അച്ഛനാന്ന് പറഞ്ഞാൽ അവസാനിക്കില്ല. രാജി ചേച്ചിയുടെ അച്ഛനോ നല്ല ഫാദറല്ലേ? ഒന്ന് ചൂളിപ്പോയി. മനഃപൂർവ്വമല്ലെങ്കിലും കുട്ടിയുടെ ചോദ്യം വന്നുകൊണ്ടത് മർമ്മത്തിലാണല്ലോ. എങ്കിലും ജാള്യം മറച്ചു പിടിച്ചുകൊണ്ട് പുഞ്ചിരി തൂകി. അതെ, നല്ല അച്ഛനാണ്. ഓൾ ഫാദേഴ്സ് ആർ ഗുഡ് അല്ലേ? പക്ഷേ എൻ്റെ ക്ലാസ്സിലൊരു തമിഴ് ഗേളുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ കള്ളു കുടിക്കും. എന്നിട്ട് വീട്ടിൽ വന്ന് എല്ലാവരും അടിക്കും. ഇത്രേ. അത് ചീത്ത ഫാദർ തന്നെ. വിഷയം മാറ്റിയില്ലെങ്കിലും ചോദിച്ചേക്കും. അത് പോട്ടെ. ഞാനിന്ന് പ്രിയയുടെ ഡാൻസ് ടീച്ചറെ കണ്ടു. മിസ് സുശീലയോ? അതെ. വാട്ട് ഡിഡ് ഷീ സേ? പ്രിയയ്ക്ക് ഡാൻസ് പഠിപ്പിച്ച് തരണ്ടാന്ന്. റിയലി? വൈ? പ്രിയ വളരെ നോട്ടിയാണ്, ഒന്നും പഠിക്കില്ല അത്രേ. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചിരി പൊട്ടി. പ്രിയയ്ക്ക് കാര്യം മനസ്സിലായി. യു ബ്ലഫിങ്. വാട്ട്? എനിക്ക് അപ്പോഴേ മനസ്സിലായി. പ്രിയ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഡാൻസിങ്ങിന് ഞാനാ ബെസ്റ്റ് എന്ന് ടീച്ചർ പറയാറുണ്ടല്ലോ. എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. അവളുടെ നെറുകയിൽ കൈവച്ച് തല പതുക്കെ പിടിച്ചൊന്ന് കുലുക്കി. അവൾ ഒഴിഞ്ഞു മാറിയില്ല. രാജി ചേച്ചി. പ്രിയ അടുത്തേക്ക് നീങ്ങി ചേർന്നിരുന്നു. യു ഡിഡിന്റ് റിപ്ലൈ. എന്ത്? ഞാൻ പറഞ്ഞത് ഡാൻസിങ് പഠിപ്പിച്ച്. ഓ അതോ? അതിന് ഞാൻ ഡാൻസിങ് ഒക്കെ മറന്നുപോയില്ലോ. ഡോണ്ട് ബ്ലഫ് മാൻ. പ്രിയ പിന്നെയും മുട്ടിച്ചേർന്നിരുന്നു. പറയൂ, പഠിപ്പിച്ച് തരാമോ? എന്ത് ഡാൻസാ വേണ്ടേ? എന്തെങ്കിലും. സ്കൂൾ ഡേക്ക് എനിക്ക് പ്രൈസ് വാങ്ങിക്കണം. ക്ലാങ്ങിൽ തൂണിന്റെ മറവിൽ നിന്ന് ചെവിയോർക്കുന്നു. രാജേശ്വരി കുറുപ്പ്. ഇല്ല, ആ പേര് വിളിക്കുന്നില്ല. പ്രിയെ ഒന്നുകൂടി ചേർത്തണച്ചു. എന്തിനാ ഡാൻസ് ചെയ്ത് പ്രൈസ് വാങ്ങിക്കണത്? പഠിച്ചല്ലേ പ്രൈസ് വാങ്ങിക്കുക കുട്ടികള്. നോ, എനിക്ക് ഡാൻസാ ഇഷ്ടം. വലുതാവുമ്പം ഐ വാണ്ട് ടു ബിക്കം എ ഫേമസ് ഫിലിം സ്റ്റാർ. ഫിലിം സ്റ്റാർ ആയാൽ നല്ല രസമാണ് അല്ലേ രാജി ചേച്ചി? കുട്ടിയുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്നു. എന്ത് മറുപടിയാണ് പറയുക? രസമോ? അല്ല കുട്ടി, അത് നരകമാണ് എന്നാണ് പറയേണ്ടത്. പക്ഷേ സ്വപ്നം കാണുന്ന ഈ കൊച്ചുകുട്ടിയോട് അതൊക്കെ പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? അല്ലെങ്കിലും ഈ സ്വപ്നം ക്ഷണികമാണ്. കുട്ടികൾക്ക് ഓരോ ദിവസവും ഓരോന്ന് തോന്നും. സർക്കസ് കണ്ടാൽ സർക്കസുകാരി ആവണമെന്ന് തോന്നും. പ്ലെയിനിൽ കയറിയാൽ എയർ ഹോസ്റ്റസ് ആവണമെന്ന് തോന്നും. ഈ പ്രായത്തിൻ്റെ ആഗ്രഹങ്ങളൊന്നും ശാശ്വതമല്ലല്ലോ. എന്നിട്ട് പറയൂ രാജി ചേച്ചി, പഠിപ്പിച്ചു തരാമോ? വാത്സല്യത്തോടെ അവളുടെ താടി പിടിച്ചുയർത്തി. ഓക്കെ, പഠിപ്പിച്ചു തരാം. യാതൊരു മുന്നറിയിപ്പും കൂടാതെ ചാടി എഴുന്നേറ്റ് കൈകൊട്ടി. വീണ്ടും എഴുന്നേറ്റ് ചോദിച്ചു, എപ്പോഴാ പഠിപ്പിച്ചു തരാ? എപ്പോഴാ വേണ്ടത്? നെക്സ്റ്റ് സാറ്റർഡേ മുതൽക്ക്. ഓക്കെ, സാറ്റർഡേ വരാം പ്രിയയുടെ വീട്ടിൽ. താങ്ക് യു രാജി ചേച്ചി. താങ്ക് യു വെരി മച്ച്. പ്രിയ കെട്ടിപ്പിടിച്ചു. ദിസ് ടൈം ഞാൻ പ്രൈസ് മേടിച്ചേയിരിക്കും. രാജി കുട്ടിയുടെ തലമുടി തലോടി. എന്തൊരു ഓമനത്തോ. ഞാൻ ഡാഡിയോട് പോയി പറയട്ടെ?
പ്രിയ പിടിവിട്ടു. ഡാഡി തോറ്റു. ഡാഡി പറഞ്ഞത് രാജി ചേച്ചി സമ്മതിക്കില്ല എന്നാണ്. ഞാൻ പോയി പറയട്ടെ. താങ്ക് യു രാജി ചേച്ചി, താങ്ക് യു 1000 times, 1 million times. പ്രിയ ഉത്സാഹത്തോടെ തുള്ളിച്ചാടി പോകുന്നത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തലീമകൾക്കുള്ള കരാർ ഒപ്പുവെച്ച ദിവസം ഓർമ്മ വന്നു. എന്തുത്സാഹമായിരുന്നു, എന്ത് സന്തോഷമായിരുന്നു. ലോകത്തെ മുഴുവൻ വാരി പുണരണമെന്ന് തോന്നി. തെരുവുകളിൽ നൃത്തം ചെയ്യണമെന്ന് തോന്നി. ചെറിയ കുട്ടിയെപ്പോലെ കടൽക്കരയിലെ മണലിൽ ഓടിക്കളിക്കണമെന്ന് തോന്നി. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണ്. ഇത് മിസ് രാജേശ്വരിയുടെ ജീവിതത്തിലെ മാത്രം വലിയ ദിവസമല്ല. വാസുവേട്ടൻ പത്രക്കാരോട് പറയുന്നു, തെന്നിന്ത്യൻ സിനിമയിലെ ചരിത്രത്തിലെ വലിയൊരു ദിവസമാണ്. ഇതിനു മുമ്പ് തമിഴ് സിനിമ ലോകം കണ്ടിട്ടില്ലാത്തത്ര മഹത്തായ ഒരു താരത്തിൻ്റെ ജനനമാണ് നാം കാണുന്നത്. ഈ വാചകമൊക്കെ നമ്മളെ മുൻപും പറഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമല്ലേ ഉസ്താദ്? പ്രമാണിയായ ഒരു പത്രക്കാരൻ വാസുവേട്ടനെ കളിയാക്കി. വേറെ വചനം വല്ലതും പറയൂ. വചനമൊന്നുമല്ലടോ ഗുരുസ്വാമി, താൻ നോക്കിക്കോളൂ. വാസു പ്രോഫറ്റ് ആണെന്ന് താൻ പിന്നീട് സമ്മതിക്കും. ഓക്കെ ഓക്കെ ഉസ്താദ്, പാക്കലാം. പൊട്ടിച്ചിരി. വേണ്ട, അതൊന്നും ഓർക്കണ്ട. ഒന്നും ഓർക്കണ്ട. മറക്കാൻ മരുന്ന് വല്ലതുമുണ്ടോ ദൈവമേ? രാജി എഴുന്നേറ്റു. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ബെഞ്ചുകളിൽ അരമതിലുമൊക്കെ ജനങ്ങൾ നിറഞ്ഞു. ഏകാന്തത വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോണം. സമയം 6 കഴിഞ്ഞതേ ഉള്ളൂ. അമ്മ തൊഴാൻ വരുമ്പോൾ 6:30 7 അതുവരെ കടൽക്കരയിൽ നടക്കാം. കാല് തരിച്ചിരിക്കുന്നു. 2-3 വട്ടം കുടഞ്ഞു. എന്നിട്ടും 4-5 അടി ഞൊണ്ടി നടക്കേണ്ടി വന്നു. ജാള്യത തോന്നി. കായൽ നല്ല നീല നിറം. ജെട്ടിയിൽ തിരക്കുണ്ട്. ഒരു ബോട്ട് വരുന്നു, മറ്റൊന്ന് പോവാൻ തുടങ്ങുന്നു. ഇരുട്ട് വീണ് തുടങ്ങാറായ റോട്ടിലും നല്ല തിരക്കുണ്ട്. കാറുകളും സ്കൂട്ടറുകളും തലങ്ങും വിലങ്ങും പായുന്നു. കാറ്റാടി നല്ല വേഗത്തിൽ തിരിയുന്നുണ്ട്. റെസ്റ്റ് ഹൗസിന്റെ മുൻപിൽ കാറുകൾ നിരന്നു കിടക്കുന്നു. തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നു. ഭാഗ്യം, അധികം ആരും ശ്രദ്ധിക്കുന്നില്ല. ചിലർ രണ്ടാമതൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും മദിരാശിയിലാണെങ്കിൽ എത്ര പേരായിരിക്കും പിന്നാലെ നടന്ന് കമന്റ് അടിക്കാൻ. കോളേജ് പൂവാലന്മാർ കലൈക്കോവിലായിരുന്നപ്പോൾ വല്ലപ്പോഴും ഒരിക്കലേ ബീച്ചിൽ പോകാൻ പറ്റൂ. ഹോസ്റ്റൽ നിയമങ്ങൾ വളരെ കർശനമാണ്. ഹോസ്റ്റൽ വിട്ട ശേഷവും അധികം ഒന്നും പറ്റിയിട്ടില്ല. ഓരോ തിരക്ക് കാരണം. പിന്നെ പുറത്തിറങ്ങിയാൽ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. പടം റിലീസ് ആയിട്ടില്ല എന്നിട്ട് പോലും. വെറുതെ അല്ല കുട്ടി, വാസുവേട്ടൻ പാതി തമാശയായിട്ടും പാതി ഗൗരവത്തിലും പറയും. അത്ര പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. ഫിലിമില് നിലനിൽപ്പ് തന്നെ പബ്ലിസിറ്റി അനുസരിച്ചാണ്. വാസ്തവമാണ്, നല്ല പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട്. വാസുവേട്ടൻ എന്നും ഓരോ പത്രക്കാരെയും ഫോട്ടോഗ്രാഫർമാരെയും പിടിച്ചുകൊണ്ടുവരും. അവർക്ക് വേണ്ടി നിന്നും ഇരുന്നും കിടന്നും, വീട്ടിലും സ്റ്റുഡിയോയിലും. തലയ്ക്ക് മീതെ ഒരു പറ്റം പക്ഷികൾ പറന്നുപോയി. നന്നെ താണാണ് പറന്നത്. പെട്ടെന്ന് വഴിവിളക്കുകൾ ഒന്നിച്ച് കൺവീഴ്ച്ചു. ലൈറ്റ്സ് ഓൺ. സൗണ്ട് സ്റ്റേജിലാകെ പ്രകാശത്തിന്റെ പ്രളയം. തട്ടിൽ നിന്ന്, നിലത്ത് നിന്ന്, പേസ് ബോർഡിന്റെ ചുവരുകൾക്കിടയിൽ നിന്ന് വിളക്കുകളുടെ തീപാർന്ന കണ്ണുകൾ തുറച്ചു നോക്കുന്നു. കണ്ണ് ചിന്നുന്നു. ചൂടുള്ള വെളിച്ചം പൂനിലാവാണ്. ഉഷ്ണിച്ചുണരുമ്പോൾ സുഖമായ കുളിരാണെന്ന് അഭിനയിക്കണം. മുഖത്ത് പ്രസാദവും കണ്ണുകളിൽ പ്രതീക്ഷയും തുളമ്പണം. മനസ്സ് പ്രേമ തരളമാണെന്ന് മുഖത്തു നോക്കിയാൽ അറിയണം. നേരിയ ചലനം പോലും പിടിച്ചെടുക്കുന്നതാണ് ക്യാമറ. പലവട്ടം സ്വയം റിഹേഴ്സ് ചെയ്ത് നോക്കിയിരുന്നു. എന്നിട്ടും ശരിയാവുന്നില്ലെന്നൊരു തോന്നൽ. ആത്മവിശ്വാസം വരുന്നില്ല. വാസുവേട്ടന്റെ നേരെ നോക്കുന്നു. അതാണ് എളുപ്പവഴി. ഡയറക്ടറുടെ ഒപ്പം ഇരിക്കുകയാണ്, പുഞ്ചിരി തൂകിക്കൊണ്ട്. ആ പുഞ്ചിരി ഹൃദയത്തിൽ നിറഞ്ഞു പതഞ്ഞൊഴുകണം. അപ്പോൾ അഭിനയിക്കാതെ തന്നെ അഭിനയിക്കാൻ കഴിയുന്നു. ഡയറക്ടർ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഇത് ലവ് സീനാണ്, പാവ പോലെ നിന്നാൽ പോരാ. ശരിയെന്ന് തലയാട്ടുന്നു. മിസ് രാജേശ്വരി ആണെന്ന കാര്യം കുറച്ചു നേരത്തേക്ക് മറക്കണം. ശ്യാമളയായി തീരണം. യാതൊരു കോച്ചലുമരുത്. വീണ്ടും തലയാട്ടുന്നു. സ്വാഭാവികമായിരിക്കണം. കുറച്ചു നേരത്തേക്ക് ശ്യാമിനി അങ്ങോട്ട് പ്രേമിച്ചോളൂ. ഡയറക്ടർ ചിരിക്കുന്നു. കണ്ണിൽ നിന്നും ചുണ്ടിൽ നിന്നും മറ്റെല്ലാ ദിക്കിൽ നിന്നും പ്രേമമങ്ങനെ ഒലിക്കണം. സെറ്റിൽ കൂട്ടച്ചിരി. ഉള്ള ധൈര്യം പോലും ചോർന്നു പോകുന്നു. വാസുവേട്ടൻ എഴുന്നേറ്റ് അടുത്ത് വരുന്നു. തോളത്ത് കൈവച്ച് സമാധാനിപ്പിക്കുന്നു. പരിഭ്രമിക്കണ്ട. അയാൾ ഇങ്ങനെ പളിച്ച ചില തമാശകൾ പറയും. കണക്കാക്കണ്ട. ശ്യാമിന്റെ സ്ഥാനത്ത് ഞാനാണെന്ന് കരുതി അഭിനയിച്ചാൽ മതി. ഡയറക്ടർ മെഗാഫോണിലൂടെ മേലോട്ടെന്തോ വിളിച്ചു പറയുന്നു.
കൂടുതൽ വിളക്കുകൾ തീക്കണ്ണ് തുറക്കുന്നു. നിലാവിന് ചൂട് കൂടുന്നു. ചൂടിന്റെ സൂചി മുനകൾ മുഖത്തെ മേക്കപ്പിന്റെ ഉള്ളിലൂടെ തുളഞ്ഞു കയറി വന്ന് ചർമ്മസുഷിരങ്ങളിൽ ആഴ്ന്നിറങ്ങുന്നു. നീറ്റവും തുടങ്ങുന്നു. ഓഫ് ദ ഫാൻ, ലോവർ ദ മൈക്ക്. സെറ്റിന്റെ മൂലയ്ക്കിൽ എന്ന് മന്ത്രം ജപിച്ചുകൊണ്ടിരുന്ന പെഡസ്റ്റൽ ഫാൻ നിശ്ചലമാകുന്നു. ഒരു ലൈറ്റ് കൂലി അത് താങ്ങിയെടുത്ത് ദൂരെ നീക്കി വെക്കുന്നു. തലയ്ക്ക് മുകളിൽ ഞാന്നു കിടക്കുന്ന മൈക്രോഫോൺ നൂലിലാടുന്ന എട്ടുകാലി പോലെ താണുതാണു വരുന്നു. വിയർക്കുന്നു. ഇത്തിരി നേരം കൊണ്ട് ചോളിയുടെ കക്ഷമാകെ നനയും, ഫിലിമിൽ പതിയും. എഡിറ്റർ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിലാവത്ത് വിയർക്കുന്ന കാമുകിയെ കണ്ട് തിയേറ്ററിൽ ജനം കൂക്കി വിളിക്കും. അവർക്കറിയുമോ ഇത് വേവിക്കുന്ന വരട്ടുന്ന നിലാവാണെന്ന്? കുറച്ചുകൂടി നീങ്ങി നിൽക്കൂ, ഇങ്ങോട്ട്, ഈ തെങ്ങിന്റെ അടുത്തേക്ക്. ഇങ്ങനെ താടി പിടിച്ച് തല ഒരു വശത്തേക്ക് ചിരിക്കുന്നു. പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ തന്നെത്താൻ ചെയ്ത് കാണിച്ചാൽ മതിയായിരുന്നു. പീതാംബരത്തിന് അത് പോരാ, തൊടണം. ഒരാവശ്യമില്ലെങ്കിലും പിടിച്ചും തിരിച്ചും മറിച്ചും നിർത്തണം. തോളത്തും കവിളത്തും, പറ്റിയാൽ മാറത്തും കൈ നടത്തണം. കുറെ കഴിയുമ്പോൾ ശരീരം മരവിക്കുമായിരിക്കാം, പക്ഷെ ഇപ്പോൾ അസഖ്യം തന്നെയാണ്. നോ. കഴുത്തിൽ കറുത്ത ചരടിൽ ലൈറ്റ് മീറ്റർ തൂക്കിയിട്ട ക്യാമറാമാൻ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. ആംഗിൾ ശരിയാവില്ല, മുൻപത്തെ സ്ഥാനത്ത് തന്നെ നിൽക്കണം. തെങ്ങ് ചാരി നിൽക്കുന്നു എന്നാണ് സ്ക്രിപ്റ്റിൽ. പീതാംബരൻ ഡയറക്ടറെ നേരെ നോക്കുന്നു. അല്ലേ സർ? ഡയറക്ടർ എഴുന്നേറ്റ് വരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ക്യാമറാമാൻ രാംദാസ് പിൻവലിയുന്നു. ആൾ മലയാളിയാണ്, പക്ഷേ തമിഴനാണെന്നാണ് ഭാവം. മുറുക്കി ചോപ്പിച്ചു, കൊമ്പൻ മീശയും വെച്ചു, വില്ലൻ ടൈപ്പ്. അയാളെ നീക്കി നിർത്തി ഡയറക്ടർ ക്യാമറയുടെ പിറകിൽ കയറി വന്ന് വ്യൂവറിലൂടെ നോക്കുന്നു. കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, തെലുങ്ക് കലർന്ന തമിഴിൽ. 2 കൂലിക്കാർ വന്ന് തെങ്ങ് അല്പം സ്ഥാനം മാറ്റിവെക്കും. കടയും തലയുമില്ലാത്ത തെങ്ങ് 10-12 അടി ഉയരം കാണും. ഉച്ചിയിൽ 2-3 പട്ടകൾ ആണിയടിച്ച് തൂക്കിയിരിക്കുന്നു, ഓലത്തുമ്പ് എത്തിപ്പിടിക്കാവുന്ന വിധത്തിൽ. ഓലകൾക്കിടയിലൂടെ കാണാം അനക്കമില്ലാതെ നിൽക്കുന്ന സ്റ്റുഡിയോ ചന്ദ്രൻ. ക്യാൻവാസിൽ വരച്ച ആകാശത്തിന് താഴെ കടലിന്റെ കർട്ടന്റെ കട വരെ വിരിച്ച വെൺമണൽ, മണലിലേക്ക് കയറ്റിയിട്ട തോണി, ഒരു വശം മാത്രമുള്ള തോണി. വിയർത്തൊലിക്കാൻ തുടങ്ങുന്നു. വല്ലാത്ത പുഴുക്കം. ഫാൻ ഇത്ര കാലം നിർത്തിയത് എന്താണാവോ? സ്റ്റേജ് ഡോർ അടഞ്ഞു കിടക്കുന്നു. കവളത്ത് നിന്ന് അല്പം പൗഡർ അടർന്നു വീണുവോ? കൈകൊട്ടി മേക്കപ്പ് അസിസ്റ്റന്റിനെ വിളിക്കുന്നു. അയാൾ കൊച്ചു തോൽപ്പെട്ടിയും എടുത്ത് ചാടിയെത്തുന്നു. കണ്ണാടി എടുത്ത് തിരിച്ചും മറിച്ചും പിടിച്ചു ചായം നോക്കുന്നു. കാണുന്നത് തൻ്റെ മുഖമല്ല, മെഴുകുകൊണ്ട് നിർമ്മിച്ച പ്രതിച്ഛായയാണ്. മുഖക്കുരുവിൻ്റെ അവിടെ അല്പം പൗഡർ അടർന്നു പോയിട്ടുണ്ട്. ടച്ചപ്പ് ചെയ്യുന്നു. ചീപ്പ് കൊണ്ട് മുടിച്ചുരുളൊതുക്കുന്നു. എല്ലാം ഭദ്രം. എന്താണാവോ താമസം? ഇത് കഴിഞ്ഞിട്ട് വേണം മെനഞ്ഞാന്നത്തെ റഷസ് കാണാൻ. വാസുവേട്ടൻ്റെ നേരെ നോക്കുന്നു. വാസുവേട്ടൻ ക്ഷമിച്ചിരിക്കൂ എന്ന് പുഞ്ചിരി തൂങ്ങുന്നു. ഡയറക്ടറും ക്യാമറാമാൻ രാംദാസും വഞ്ചിയുടെ സമീപത്തേക്ക് നീങ്ങുന്നു. അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെയാണ് രാംദാസ് പെരുമാറുന്നത്. രാംദാസ് അല്ല, സകല പേരും. ഡയറക്ടർ വിശ്വനാഥ റാവു സാമാന്യനല്ല, ബോക്സ് ഓഫീസ് മാന്ത്രികനാണ്. അദ്ദേഹത്തെ കിട്ടിയത് മഹാഭാഗ്യമായിട്ടാണ് വാസുവേട്ടൻ കരുതുന്നത്. പടത്തിന്റെ വിജയത്തിന് വേറെ ഗ്യാരണ്ടി ആവശ്യമില്ല. കൂസലില്ലാത്തത് പീതാംബരത്തിന് മാത്രമാണ്. അയാൾ ഫൈനാൻഷ്യറുടെ സ്വന്തം ആളാണ്. രാംദാസ് വഞ്ചിക്കൊമ്പത്ത് തൊട്ട് കാണിച്ചുകൊണ്ട് പറയുന്നു, ഇവിടെ ഒരു വല ഉണക്കാനിട്ടിരുന്നു, അത് വേണം. റാവു ശരിയാണെന്ന് തലകുലുക്കുന്നു. പീതാംബരത്തെ വിളിച്ച് സ്ക്രിപ്റ്റ് മേടിച്ച് തിരിച്ചും മറിച്ചും നോക്കുന്നു. ശരിയാണ്, ഒരു വല വേണം. വലയില്ല സർ, അത് വിട്ടുപോയി. എല്ലാം ചെക്ക് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ? റാവു സ്വരമുയർത്തുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതില്ലാതെ ഒപ്പിച്ചുകൂടെ? പീതാംബരൻ രാംദാസിനോട് ചോദിക്കുന്നു. വഞ്ചിക്കൊമ്പ് ഹൈലൈറ്റ് ചെയ്യാതിരുന്നാൽ പോരെ? അതെങ്ങനെയാ സാർ? ഔട്ട്ഡോറിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതാണ്. മാത്രമല്ല വലക്കണ്ണിലൂടെ ഹീറോവിൻ്റെയും ഹീറോയിൻ്റെയും ക്ലോസപ്പ് എടുക്കാനുണ്ട്. ഔട്ട്ഡോറിൽ മീഡിയത്തിൽ എടുത്ത് കഴിഞ്ഞതാണ്. ഇപ്പം ഞാൻ എവിടെ പോവാനാ വലയ്ക്ക്? 100 വട്ടം പറഞ്ഞാലും ആരും നേരത്തെ ഒന്നും ഒത്തു നോക്കില്ല. ഒരു നേരത്തെ ഷൂട്ടിംഗ് തുലഞ്ഞു. വിശ്വനാഥ റാവു സ്ക്രിപ്റ്റ് വലിച്ചിരേറു കൊടുക്കുന്നു. കസേരയിൽ ചെന്നിരുന്ന് മുഖം വീർപ്പിച്ച് സെറ്റിലേക്ക് തുറച്ചു നോക്കുന്നു. എ സെലക്ടഡ് ബഞ്ച് ഓഫ് ഇറസ്പോൺസിബിൾ ഡോങ്കീസ്. സെറ്റാകെ നിശബ്ദം. റാവുവിന് കരിവന്നാൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്ന് പറയാൻ സാധ്യമല്ല. കുറച്ചു നേരം അടങ്ങിയിരുന്നു. വീണ്ടും പൊട്ടിത്തെറിക്കാം. വാസുവേട്ടൻ പീതാംബരത്തോട് എന്തോ സ്വകാര്യം പറയുന്നു.
മൂളിക്കേട്ട അസിസ്റ്റന്റ് ഡയറക്ടർ പുറത്തേക്ക് പോകുന്നു. വാസുവേട്ടൻ റാവുവിന്റെ ചെവിയിൽ എന്തോ പറയുന്നു. റാവു അമർത്തിയൊന്നു മൂളുന്നു. ഹലോ രാജി. ശ്യാംകുമാറാണ്. റാവു ചുട്ടുപഴുത്ത ഒരു നോട്ടം നോക്കുന്നു. നിശബ്ദത ഭഞ്ചിച്ചതിന് ശ്യാം ശ്രദ്ധിക്കുന്നില്ല. മൂപ്പർക്ക് റാവുവിനെ കൂസേണ്ട കാര്യമില്ല. റാവുവിനേക്കാൾ വലിയ ബോക്സ് ഓഫീസ് ഗ്യാരണ്ടി ആണല്ലോ. MGR അണ്ണനും ശിവാജി ഗണേശനും കഴിഞ്ഞാൽ പിന്നെ തെന്നിന്ത്യ സിനിമാ ലോകത്തിലെ ഏറ്റവും വലിയ താരം. 3 ചിത്രങ്ങൾ ഒരേ സമയത്ത് ജൂബിലി ആഘോഷിച്ചോടിക്കൊണ്ടിരിക്കുന്നു. തമിഴിലും തെലുങ്കിലും കർണാടകത്തിലുമായി 10-20 ചിത്രങ്ങളിൽ ഒപ്പം അഭിനയിക്കുന്നു. ഓ ഹലോ, ഹൗ ആർ യു ടുഡേ? ഫൈൻ, താങ്ക് യു. തെലുങ്കൻ ആയതുകൊണ്ട് തമിഴ് അത്ര സ്വാധീനമില്ല. ഇംഗ്ലീഷിലേ സംസാരിക്കൂ. തമിഴ് ഡയലോഗ് പറയുന്നത് വിഷമിച്ചിട്ടാണ്. പടങ്ങൾ കണ്ടാൽ വ്യക്തമായി മനസ്സിലാവും. ഡബ്ബിങ്ങിന് സമ്മതിക്കുകയുമില്ല. നിരൂപകന്മാർ ധാരാളം വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ എന്താ, പ്രൊഡ്യൂസർമാർ കാവൽ നായ്ക്കളെ പോലെ കാത്തുകിടന്നിൽപ്പാണ് പഠിക്കൽ. ആദ്യ ചിത്രത്തിൽ തന്നെ ശ്യാമിന്റെ ഒപ്പം അഭിനയിക്കാൻ സന്ദർഭം കിട്ടിയത് ഭാഗ്യമാണ്. ഉയർച്ചയിലേക്കുള്ള ആദ്യത്തെ പടിയാണ്. ഇപ്പോഴും പരിഭ്രമമുണ്ടോ? ശ്യാം ചോദിക്കുന്നു. ഇല്ലെന്ന് പറയാറായിട്ടില്ല. അത് സ്വാഭാവികമാണ്. ശ്യാം പുഞ്ചിരി തൂകുന്നു. ക്രമേണ മാറും. ഏത് സെറ്റിലായാലും ശരി, കയറി ചെല്ലുമ്പോൾ വിറ തുടങ്ങും. ഇത്ര ദിവസമായിട്ടും ഒരു കുറവുമില്ല. ഇന്നാണെങ്കിൽ കുറെ ജാസ്തി. തൊട്ടുരുമി അഭിനയിക്കേണ്ട പ്രേമരംഗമാണ്. ഔട്ട്ഡോറിൽ വഞ്ചിക്ക് ചുറ്റും ഓടുകയും കൈകോർത്ത് പിടിച്ച് കടൽക്കരയിലൂടെ നടക്കുകയും മറ്റിയേ വേണ്ടി വന്നുള്ളൂ. ഇന്നതല്ല. ചെയ്യാൻ പാടില്ലാത്തതൊക്കെ എഴുതി വച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റിൽ. കെട്ടിപ്പിടിക്കണം, കൈയെടുത്ത് മാറത്ത് വെക്കണം, മടിയിൽ കിടക്കണം. മലന്ന് കിടക്കുന്ന ശ്യാമിന്റെ മാറത്ത് മാറമർത്തി കണ്ണികളിലേക്ക് ഉറ്റുനോക്കണം. കെട്ടിപ്പുണർന്ന് ഉരുളണം. അറയ്ക്കും. എത്ര ടേക്ക് എടുപ്പിക്കുമോ ആവോ റാവു സാറ്. അതിനു മുമ്പ് റിഹേഴ്സൽ വേണം. നാശം. ആവശ്യമില്ലാതെ പരിഭ്രമിക്കുകയൊന്നും വേണ്ട. ശ്യാം അരികിലേക്ക് നീങ്ങി നിന്നു. ആവും പോലെ ശ്രമിക്കൂ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ശരിയെന്ന് തലയാട്ടി. ശ്യാം ചിരിച്ചു. ചാരായത്തിന്റെ നേരിയ ദുർഗന്ധം മൂക്കിലടിച്ചു. വിസ്കിയും ബ്രാൻഡിയും ഒന്നും പോരാ, പട്ടച്ചാരായം തന്നെ വേണം പുള്ളിക്ക്. മുമ്പ് നാടകത്തിൽ പോലും അഭിനയിച്ചിട്ടില്ല അല്ലേ? സ്കൂളിലോ കോളേജിലോ? ഇല്ല. എങ്കിൽ അത്ഭുതകരമായ കഴിവുണ്ട് രാജിക്ക് എന്ന് പറയണം. താങ്ക് യു. ശ്യാം പുഞ്ചിരി തൂകുമ്പോൾ കവിളത്തും നെറ്റിയിലും സിമന്റ് പോലെ കനത്തിൽ പൂശിയ മേക്കപ്പ് ചുളി കൊണ്ട് മൂടുന്നു. ആ ചുളിവുകൾ കണ്ണുകളിലെ കുസൃതി തിളക്കത്തിന് മാറ്റുകൂട്ടുന്നതേ ഉള്ളൂ. ശ്യാംകുമാറിന് 50-ലപ്പുറമായി. കോളേജ് കുമാരികളുടെ സ്വപ്ന കാമുകനാണ്. നേരിട്ട് കാണുന്നതിൻ്റെ പകുതി പ്രായം തോന്നിക്കില്ല തിരശ്ശീലയിൽ. അല്ലെങ്കിൽ കാണികളുടെ തോന്നൽ മാത്രമായിരിക്കാം. നേരിട്ട് കാണുമ്പോൾ അതല്ല സ്ഥിതി. മുഖം ചത്ത മത്സ്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇനി എത്ര നേരം വേണോ ആവോ, ഈ ചൂടാണ് ഭയങ്കരം. ശരിയാണ്. ശ്യാം തലകുലുക്കി. ഷർട്ടിന്റെ ബട്ടൺ ഊരി രോമശമായ മാറിൽ ഊതിക്കൊണ്ട് വിളിച്ചു പറയുന്നു. എന്താ ഈ വിളക്കുകളൊന്നും അണയ്ക്കാത്തത്? മനുഷ്യനെ ജീവനോടെ പൊരിക്കാനാണോ? വിളക്കണയ്ക്കൂ, എന്നിട്ട് ഫാനിടൂ. ശ്യാമിന്റെ ശബ്ദമുയർന്നതും വിളക്കുകൾ അണയുന്നു. കൂലിക്കാർ ഫാൻ കൊണ്ടുവന്ന് വെക്കുന്നു. നേരത്തെ ചെയ്യേണ്ടത് പരിഭ്രമത്തിനിടയിൽ മറന്നതാണ്. എല്ലാം ഞാൻ തന്നെ പറയണം. നാശം. ഡയറക്ടർ റാവു വെറുപ്പോടെ എണീറ്റ് വാതിൽക്കിലേക്ക് നടക്കുന്നു. വാസുവേട്ടൻ പിറകെ ചെല്ലുന്നു. ഉഷിഞ്ഞു പോയതാണോ എന്ന് ഭയപ്പെട്ടിരിക്കും. ശ്യാം കടൽ കർട്ടന്റെ പിറകിൽ നിന്നൊരു ക്യാമ്പ് ചെയർ പൊക്കിയെടുത്തുകൊണ്ട് വരുന്നു. അപ്പോഴേക്കും ഒരു കൂലിക്കാരൻ മറ്റൊരെണ്ണവുമായി ഓടിയെത്തുന്നു. ഇരിക്കൂ, ശ്യാം ക്ഷണിക്കുന്നു. ചേടാ, എത്ര താമസിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടെ കഴിഞ്ഞിട്ടേ വരുമായിരുന്നുള്ളൂ. ഉള്ളിൽ ചിരിയും വെറുപ്പും. ഇപ്പോൾ തന്നെ 2 മണിക്കൂർ വൈകിയാണ് ശ്യാം വന്നിരിക്കുന്നത്. ഇത്രയും നേരം ബാക്കി എല്ലാവരും മൂപ്പർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിവർത്തിയില്ല. വലിയ താരമല്ലേ. തലയിമുകളിൽ ഡബിൾ റോളാണ്, നായകനും പ്രതിനായകനും. താൻ നായകന്റെ മുറപ്പെണ്ണും പ്രതിനായകന്റെ കാമുകിയുമാണ്. ഹീറോയിനേക്കാൾ വിഷമമുള്ള ഭാഗമാണ്. രാജി റഷസ് കാണാറില്ലേ? ഉവ്, ഇതുവരെയുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ടുണ്ടില്ലേ എന്ന് തോന്നുന്നു. ഞാൻ സ്വന്തമായി ഒരു പടമെടുക്കാൻ ആലോചിക്കുകയാണ്. ശ്യാം സ്വകാര്യം പറയുന്ന മട്ടിൽ മുന്നോട്ട് നീങ്ങിയിരുന്നു. തമിഴിലും തെലുങ്കിലും അതിൽ രാജിക്ക് പറ്റിയൊരു റോളുണ്ട്. എന്താ, താല്പര്യമുണ്ടോ? താൻ കൗതുകത്തോടെ കണ്ണുകൾ വിടർത്തി നോക്കുന്നു. ലീഡ് റോളാണ്. വാസുവേട്ടനോട് ചോദിക്കൂ എന്നാണ് പറഞ്ഞതെങ്കിലും ഉത്സാഹം മറച്ചു പിടിക്കാൻ കഴിയുന്നില്ല. ആദ്യത്തെ പടം പകുതിയായിട്ടില്ല. അപ്പോഴേക്കും പുതിയ ഓഫർ, അതും സാക്ഷാൽ ശ്യാംകുമാറിൽ നിന്ന്. ഉസ്താദിനോട് ഞാൻ പറഞ്ഞോളാം. പക്ഷെ അതിനു മുമ്പ് പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. സ്ക്രിപ്റ്റ് നോക്കി റോള് പിടിച്ചുവോ എന്ന് തീരുമാനിക്കണം. പഴയ ഒരു നടൻ എന്ന നിലയ്ക്ക് ഞാനൊരു ഉപദേശം തരാം. പൂർണ്ണമായി ബോധിക്കാത്ത റോള് ഒരിക്കലും സ്വീകരിക്കരുത്. അതാണ് വിജയത്തിന്റെ രഹസ്യങ്ങളിലൊന്ന്. പ്രധാനപ്പെട്ട ഒന്ന്. ഒരിക്കലും അത് മറക്കരുത്.
ദീർഘകാലത്തെ പരിചയം വെച്ചുകൊണ്ടാണ് ശ്യാം പറയുന്നത്. തെറ്റാൻ വഴിയില്ല. പക്ഷെ പിടിച്ച റോളുകൾ മാത്രമാണോ ശ്യാം അഭിനയിക്കാറുള്ളത്? എങ്കിൽ ശ്യാമിൻ്റെ രുചി വല്ലാത്തത് തന്നെ. ഒരു കാര്യം ചെയ്യൂ, ഞായറാഴ്ച കോൾ ഷീറ്റ് ഉണ്ടോ? ഇല്ല, എനിക്ക് ഉച്ചതിരിഞ്ഞ് ഒഴിവാണ്. രാജിക്ക് സൗകര്യമുണ്ടെങ്കിൽ അന്ന് സ്ക്രിപ്റ്റ് ഒന്ന് നോക്കാം. എന്ത് പറയുന്നു? മറുപടി പറയുന്നില്ല. വാസുവേട്ടനോട് ചോദിച്ചു വേണമല്ലോ എന്തിനും ഏതിനും. രാജി എൻ്റെ ഹൈഡ് ഔട്ട് കണ്ടിട്ടില്ലല്ലോ. ഹൈഡ് ഔട്ടോ? അതെ, എൻ്റെ സ്വകാര്യ ബംഗ്ലാവ്. സിറ്റിയുടെ പുറത്താണ്. ധാരാളം മരങ്ങളുള്ള വലിയൊരു പറമ്പിൻ്റെ നടുവിൽ ചെറിയൊരു ബംഗ്ലാവ്. വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം. സ്വിമ്മിംഗ് പൂളുണ്ട്, ടെന്നീസ് കോർട്ടുണ്ട്. ആരും ഉപദ്രവിക്കാൻ എത്തില്ല. ഉള്ളിലെവിടെയോ ആരോ കടിഞ്ഞാൻ പിടിച്ചു വലിക്കുന്നു. പുതിയ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയ സന്ദർഭം കിട്ടുക എന്ന് കേട്ടപ്പോഴുണ്ടായ ഉത്സാഹത്തള്ളലിൽ കരുതൽ അയഞ്ഞിരുന്നു. സ്ക്രിപ്റ്റ് പരിശോധിക്കുക. ഏകാന്തമായ ഹൈഡ് ഔട്ടിൽ. ആരും ഉപദ്രവിക്കാൻ എത്തില്ല. ശ്യാമിൻ്റെ മുഖത്ത് വീണ്ടും നോക്കാനൊരു അധൈര്യം. വാസുവേട്ടൻ മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. അവനെ സൂക്ഷിക്കണം. മഹാവിരുദ്ധനാണ്. എന്നെ പേടിയുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നും കാണിക്കില്ല. എന്നാലും സൂക്ഷിക്കണം. വാസുവേട്ടനോട് സംസാരിക്കൂ. ഓ ഓ ഓ അതെ അതെ അതെ. ശ്യാം പെട്ടെന്ന് തന്ത്രപരമായി പിൻവാങ്ങുന്നു. സംസാരിക്കണം. അതാണ് ശരി, ഞാൻ സംസാരിക്കാം. വാസുവേട്ടൻ കയറി വരുന്നു. ഈ പടം കഴിയുമ്പോഴേക്ക് ഞാൻ ഇരട്ട പാപ്പരാവും. ഒരൊറ്റ കഴുതയ്ക്കും ചുമതലാബോധമില്ല. ദൈവത്തിനെ അറിയൂ, ഞാൻ സ്റ്റുഡിയോ വാടക തന്നെ എങ്ങനെയാണ് കൊടുത്തൊപ്പിക്കണതെന്ന്. എന്നിട്ട് കളിപ്പിക്കണ കളി കണ്ടില്ലേ? ശ്യാം പിന്നെയും വാച്ച് നോക്കുന്നു. അയ്യോ, ചതിക്കില്ലേ പൊന്നി ചങ്ങാതി. വാസുവേട്ടൻ ശ്യാമിൻ്റെ തോളത്ത് കൈവെക്കുന്നു. ഈ സീൻ ഇന്ന് തന്നെ തീർക്കണം, അല്ലെങ്കിൽ തുലഞ്ഞു. ഞാൻ റെഡി. പക്ഷെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്താ കാര്യം? 8 പറഞ്ഞാൽ 9 എത്തണം. അതൊക്കെ എത്താം. വരൂ, പുറത്തു പോയിരുന്ന് ഓരോ ഡ്രിങ്ക് കഴിക്കാം. വരൂ രാജി. ഈ ചൂടിലിരുന്നാൽ തന്നെ മനുഷ്യൻ്റെ സമനില തെറ്റും. എഴുന്നേറ്റ് വാസുവേട്ടൻ്റെ ശ്യാമിൻ്റെയും പിന്നാലെ നടക്കുന്നു. തലങ്ങും വിലങ്ങും കിടക്കുന്ന ഇലക്ട്രിക് കമ്പികൾ കവച്ചു വെച്ച് വാതിൽക്കിലേക്ക് നടക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു, ശ്യാം പറഞ്ഞത് കേൾക്കുമ്പോൾ വാസുവേട്ടൻ്റെ പ്രതികരണം എന്തായിരിക്കും? ഉണ്ടായത് നീണ്ടു നിന്ന മൗനമായിരുന്നു. അനിശ്ചിതാവസ്ഥയിൽ ഭയം തോന്നി. അസ്വസ്ഥതയുടെ വാസുവേട്ടൻ്റെ മുഖത്തു നോക്കി. കൂട്ടുപുരിക ഉയർന്നിരുന്നു. തടിച്ച ഫ്രെയിമിൻ്റെ പിറകിൽ കണ്ണുകൾ നിശ്ചലമായിരുന്നു. വിരലുകൾ സ്വയം മേശപ്പുറത്ത് താളം പിടിച്ചിരുന്നു. ഒടുവിൽ അളന്നു മുറിച്ച വാക്കുകളിൽ തികച്ചും ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, അവനെ ഞാൻ കശാപ്പ് ചെയ്യും. എല്ലാരോടും കളിക്കണ കളി രാജിയോട് കളിച്ചാൽ അറിയത്തക്ക വണ്ണം ഒന്ന് പറഞ്ഞു കളയാം. താനൊന്നും പറഞ്ഞില്ല. മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത തീഷ്ണഭാവമായിരുന്നു മുഖത്ത്. ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടെന്ന് തോന്നി. അവൻ എല്ലാവരുടെയും അടുത്തെടുക്കുന്ന സൂത്രമാണ് സ്ക്രിപ്റ്റ് നോക്കൽ. ദൈവത്താണ്, വാസുവിനോട് കളിച്ചാൽ അവൻ പാഠം പഠിക്കും. വാസുവിൻ്റെ തനിനിറം അവൻ കണ്ടിട്ടില്ല. തനിനിറം, എന്തൊരു വാക്ക്! ചിരി വരുന്നു. തനിനിറം കണ്ടത് ശ്യാമല്ല, താനാണ്. ശ്യാമിനെ കൊല്ലും, കശാപ്പ് ചെയ്യും എന്നൊക്കെ ജൽപ്പിച്ച അതേ തൊണ്ട കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അത്ര തൊട്ടാൽ പൊട്ടുന്ന പാതിവൃത്യമൊന്നും സിനിമാ വേൾഡിൽ നടപ്പില്ല. ബി റിയലിസ്റ്റിക്. ബി റിയലിസ്റ്റിക് എന്ന് വെച്ചാൽ ചെട്ടിയാരുടെ കൂടെ കൊടൈക്കനാലിൽ പോയി 3-4 ദിവസം താമസിച്ചു കുറെ പണം സമ്പാദിച്ചു കൊണ്ടുവരൂ. ദൈവമേ, ഇങ്ങനെയും! അല്ലെങ്കിൽ എന്തിനു മറ്റുള്ളവരെ കുറ്റം പറയുന്നു? തെറ്റ് തൻ്റെയാണ്. ഇത്തിരി ഗ്ലാമർ മോഹിച്ച് വേണ്ടപ്പെട്ടവരുടെ വാക്ക് കേൾക്കാതെ നരിമടയിലേക്ക് കയറി ചെന്ന് താനാണ് തെറ്റുകാരി. തെറ്റ് ചെയ്തിട്ട് പിന്നെയും ചാവാതിരിക്കുന്ന താനാണ് പാപി. ഈശ്വര, എന്നെ ആരും ഒന്ന് കൊന്നു തരുന്നില്ലല്ലോ. തലയിൽ 5-6 അടിയടിച്ചു. എൻ്റെ ഈശ്വര! മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞ് വെറും മണ്ണിലിരുന്നു. തോളത്ത് ആരോ പിടിച്ചു കുലുക്കുന്നത് അനുഭവപ്പെട്ടപ്പോൾ തല പൊക്കി നോക്കി. ഭയത്തോടെ, പരിഭ്രമത്തോടെ. ആരാണിത്? എന്താ രാജി ഇത്? ഈ ഇരുട്ടത്ത് ഇവിടെ വന്നിരുന്ന് കരയണത്? ആളെ തിരിച്ചറിയുന്നില്ല, എങ്കിലും ശബ്ദം പരിചിതമാണ്. എന്താ പറ്റിയത്? ഓ, മിസ്റ്റർ കൃഷ്ണനുണ്ണിയാണ്. ഒന്നുമില്ലെന്ന് തലയാട്ടി സാരിത്തുമ്പുകൊണ്ട് മുഖം തുടച്ചു. എണീക്കൂ. എഴുന്നേക്കാൻ ശ്രമിച്ചു. കാലിൻ്റെ മുട്ട് പക്ഷെ നിവരാൻ വിസമ്മതിക്കുന്നു. മിസ്റ്റർ ഉണ്ണി താങ്ങിപ്പിടിച്ചു. എത്ര നേരമായി താനിവിടെ ഇരിക്കുന്നു? ഇവിടെ എന്ന് വെച്ചാൽ എവിടെ? ചുറ്റും കണ്ണോട്ടിച്ചു. ഇരുട്ടാണ്, ഒന്നും കാണാനില്ല. അകലെ, എത്ര അകലെയാണെന്ന് അറിഞ്ഞുകൂടാ. വിളക്കുകളുണ്ട്. നടക്കൂ, പതുക്കെ. വേർ ആർ വി? മിസ്റ്റർ ഉണ്ണി ഉത്തരം പറഞ്ഞില്ല. പകരം കയ്യിലുണ്ടായിരുന്ന ടോർച്ച് നീട്ടിയടിച്ചു. നിൽക്കുന്നത് കടൽക്കരയിലാണ്, ഉയരത്തിൽ. താഴെ, വളരെ താഴെ
പടുക്കാതെ ചെരിച്ചു കെട്ടിയ കരിങ്കൽ ഭിത്തിയുടെ കടയ്ക്കൽ അലകൾ തുളുമ്പിയടിക്കുന്നു. ടോർച്ചിന്റെ പ്രകാശവൃത്തത്തിൽ വെള്ളത്തിന് ഇരുട്ടിന്റെ നിറമായിരുന്നു. ഇത്തിരി പിഴച്ചിരുന്നുവെങ്കിൽ 30-40 അടി താഴെ ഉള്ള നാന്തി അറിയാതെ തന്നെ മിസ്റ്റർ ഉണ്ണിയെ മുറുകെ പിടിച്ചു. അകലെ എവിടെയോ ഒരു ഡൈനാമോ യന്ത്രം ശബ്ദിക്കുന്നുണ്ടെന്ന് തോന്നി. അത് സ്വന്തം ഹൃദയത്തുടിപ്പുകളാണെന്ന് തിരിച്ചറിയാൻ പോലുമുള്ള മനസാന്നിധ്യം ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിവിടെ അവസാനിക്കുന്നു. 4ാം ഭാഗവുമായി വേഗമെത്താം. താങ്ക് യു.